ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്ലേ ആൻഡ് ഗ്ലിമർ സ്റ്റുഡിയോ. ഇന്ന് നമുക്ക് രണ്ട് DIY വാൾ ഡെക്കോർ ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂൺ ഫേസസ് വാൾ ഹാങ്ങിങ് ആണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്, തിക്കായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ്. അതിലേക്ക് നമ്മൾ ഈ മൂൺ ഫേസസ് ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഡ്രോ ചെയ്തെടുത്തു. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലേ വേണം. ക്ലേന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറാമിക് ക്ലേ ആണ്. നമുക്ക് വേണമെങ്കിൽ വാൾ പുട്ടിയും യൂസ് ചെയ്യാം. ഞാനൊരു 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ, പിന്നെ കുറച്ച് വൈറ്റ് പെയിൻറ്റ്, കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ്, വളരെ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ്, ഒരു ഗ്രേ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടെ ഗ്ലൂ ആഡ് ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് അതിനെ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് ഈ ക്ലേ പേസ്റ്റിനെ നമ്മുടെ ഓരോ മൂൺ കട്ടൗട്ടിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുറച്ച് തിക്നെസ് കൂടുതലും സൈഡിലേക്ക് കുറച്ച് തിൻ ലെയറായിട്ടും അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മൂണിൻ്റെ ഒരു ലുക്ക് നന്നായിട്ട് വരും. അതിൽ നമ്മൾ ക്ലേ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ തീരെ ഫൈൻ അല്ലെങ്കിൽ സ്മൂത്ത് പേസ്റ്റ് ആക്കി മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിനൊരു ഗ്രെയിനി ടെക്സ്ചർ ഉള്ളതാണ് ഈ പ്രോജക്റ്റിന് നല്ലത്. അങ്ങനെ നമ്മുടെ എല്ലാ മൂൺ ഫേസസും നമ്മൾ ക്ലേ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കത് നന്നായിട്ട് ഡ്രൈ ആവാൻ ലെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബേസ് റെഡിയാക്കാം. ഞാനൊരു വുഡൻ ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ ജെസ്സോ അപ്ലൈ ചെയ്യാം. അതിൻ്റെ പുറത്ത് ഞാനൊരു ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ബ്രൈറ്റ് ബ്ലൂ ആണ്. എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ബ്ലൂ ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു അല്പം ബ്ലാക്ക് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു സിൽവർ ഷെയ്ഡ് കൊണ്ട് ഡോട്ട്സ് ഇട്ട് ഒരു സ്റ്റാർ എഫക്റ്റ് നമുക്ക് കൊടുക്കാം അതിൽ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു വാർണിഷാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതും ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൂൺ ഫേസസ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ്. അതാകുമ്പോൾ ഞാനൊരു 2 ലെയർ ഓഫ് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ അത് ആ ഒരു ബേസിൽ നിന്ന് കുറച്ചൊരു ഹൈറ്റിൽ നിൽക്കും, ഒരു 3D ഇഫക്റ്റ് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തെല്ലാം നന്നായിട്ട് അലൈൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ എല്ലാ മൂണും ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൂൺ ഫേസസ് വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഹുക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്കിത് ഹാങ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വാൾ ഫ്രെയിമാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു എംപ്റ്റി ഫ്രെയിമും പിന്നെ കുറച്ച് ഗിഫ്റ്റ് റാപ്പറാണ്. നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് റാപ്പേഴ്സൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ ഫ്രെയിംസിലൊക്കെ നമുക്ക് വെച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്തെടുക്കാം. ഞാൻ ദാ ഇപ്പോൾ അതിൻ്റെ ഫ്രെയിമിൽ അത് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, വെറുതെ സെല്ലോ ടേപ്പ് കൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഗ്ലൂവും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് മാറ്റണം തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് മാറ്റുകയും ചെയ്യാം. അത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് നമ്മളത് ഫിക്സ് ചെയ്ത് എടുക്കുക. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള ഗിഫ്റ്റ് റാപ്പേഴ്സൊക്കെ കിട്ടുമ്പോൾ നമ്മളത് റോൾ ചെയ്ത് സൂക്ഷിക്കാൻ നോക്കണം. അതാകുമ്പോൾ അതിൽ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുണ്ടാകുന്ന ക്രീസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര എളുപ്പത്തിലാണ് നമ്മുടെ ഒരു വാൾ ഡെക്കോർ റെഡി ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഫാബ്രിക് യൂസ് ചെയ്തും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഗിഫ്റ്റ് റാപ്പേഴ്സിൻ്റെയാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ 2 DIY ഡെക്കോറും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.